മനസ്സ് വച്ചാൽ കേരള പോലീസിന് എന്ത് നടക്കുമെന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നടക്കുന്ന ലഹരി വേട്ട. നോക്കൂ, എത്ര പേരാണ് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അകത്തായത്. ഇവിടെ ഏറ്റവും താഴെ വിദ്യാർത്ഥികൾക്കൊക്കെ കൊടുക്കുന്ന ആൾക്കാർ, അവരുടെ ഇടയിലുള്ള വിതരണക്കാർ മുതൽ പാർട്ടിയുടെ നേതാക്കന്മാർ വരെ, പാർട്ടിയിലെ പ്രമുഖ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ വരെ, CPM കാര്യമാണ് പറയുന്നത്, അവരെ വരെ അറസ്റ്റ് ചെയ്യുന്നു, കഞ്ചാവും അതുപോലെ MDMA ഒക്കെ ആയിട്ട്. ഈ പോലീസിന് എങ്ങനെ ധൈര്യം വരുന്നു എന്നറിയാൻ വയ്യ. അപ്പോൾ സ്വന്തം പാർട്ടിക്കാരെ പോലും എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു SIA സ്ഥലമാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നാട് മുഴുവൻ വലിയ മെമ്മോറാണ്ടവുമായി ഉന്നത അധികാരികളുടെ അടുത്തേക്ക് ഓടിയതെന്ന് മനസ്സിലായി. അവിടെ ഇത്തരത്തിൽ ലഹരി വ്യാപനം വളരെ വലുതായിട്ടുണ്ടായിരുന്നു. അതിന് കടിഞ്ഞാണിട്ട ഒരു SI, ആ SIയെ സ്ഥലം മാറ്റുകയാണ്. കാരണം അവർ ലഹരി വിതരണം നടത്തണമെന്നുണ്ടെങ്കിൽ ഇയാൾ അവിടെ ഉണ്ടെങ്കിൽ നടക്കില്ല. അപ്പോൾ അത്തരത്തിൽ ലഹരി വിൽപ്പനക്കാരെയും മറ്റ് വിതരണക്കാരെയും ഒക്കെ സംരക്ഷിച്ച് നിർത്തുന്ന ഇതേ സർക്കാർ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ലഹരി വേട്ട. 5 കിലോ കഞ്ചാവ് ഇപ്പോൾ പാർട്ടി നേതാവിനെ പിടിച്ചു. അതിനുമുമ്പ് MDMA പാർട്ടി നേതാവിനെ പിടിച്ചു. പിന്നെ അണികളെ പിടിക്കുന്നു. അത് CPM മാത്രമല്ല, അവിടെയും ഇവിടെയുമൊക്കെ ചില കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ പിടിക്കുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തുമ്പോൾ അത് വെറും ഒരു അച്ചടി അക്ഷരങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് പ്രായോഗിക തലങ്ങളിൽ ഇറക്കുമ്പോൾ അതിനെ നേരിട്ട് അതിനെ ഇല്ലാതാക്കുന്നത് എന്ന്, രാഷ്ട്രീയ നേതാക്കൾ ഇല്ലാതാക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. എന്നാൽ അതിനെയൊക്കെ ചാടിച്ചുകൊണ്ട്, മറുകണ്ഠം ചാടിക്കൊണ്ട് കേരള പോലീസ് വൻ ലഹരി മരുന്ന് വേട്ട, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരെ നിഷ്കരണം പിടിച്ച് അകത്താക്കുന്നത് കണ്ടുവരുമ്പോൾ സത്യത്തിൽ എന്തോ അതിൻ്റെ പിന്നിൽ മറ്റൊന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട്, എന്തോ ഒന്ന് നടപ്പിലാക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഇവിടെ പിണറായി സർക്കാർ എന്തെങ്കിലുമൊക്കെ നടപ്പിലാക്കുമ്പോൾ, ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പിന്നാലെ മറ്റെന്തെങ്കിലുമൊക്കെ വെക്കും, അല്ലെങ്കിൽ അതിന് മുന്നോടിയായി മറ്റെന്തെങ്കിലുമൊക്കെ വെക്കും. എന്തെങ്കിലുമൊക്കെ നടപ്പിലാക്കി ജനശ്രദ്ധ ആ മേഖലയിലേക്ക് തിരിച്ചു വിട്ട ശേഷം സൂത്രത്തിൽ ഇപ്പുറത്തുകൂടി മറ്റു പലതും നടപ്പിലാക്കുകയാണ് പതിവ്. അത് CPM കഴിഞ്ഞ 9 വർഷത്തെ, ഈ പിണറായി സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ ഭരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം നേടി 2ാം വട്ടം പിണറായി സർക്കാർ വന്നിരിക്കുകയാണ്. ഇനി 3ാം സർക്കാർ വരുമോ എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് 3ാം സർക്കാർ വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പാർട്ടിയുടെ നിയമമൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. പാർട്ടിയിൽ 2 തവണ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഒരുപക്ഷെ വെച്ചിട്ടുണ്ടാകാം, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ പിണറായി വിജയൻ എന്ന ഈ CPM പാർട്ടി നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതിലുള്ള ആജ്ഞാശക്തിയും ഇച്ഛാശക്തിയും ഉള്ളത് കൊണ്ട് അവിടെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്ന ആൾക്കാർ പുറത്തു പോയിക്കോളും, അദ്ദേഹം തന്നെ അവിടെ ഇരിക്കും എന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിന് പ്രധാനമായും വേണ്ടത് സാമ്പത്തികമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ ഖജനാവിൽ, കേരള സർക്കാരിൻ്റെ കയ്യിൽ ഖജനാവിൽ പണമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ പാർട്ടിയുടെ കയ്യിലും കൈയിട്ട് വാരാനായിട്ട് പണമില്ല. ഒരു നിവൃത്തിയും ഇല്ലാതിരുന്നപ്പോഴാണ് നവകേരള സദസ്സ് നടത്തിയത്. ഈ നവകേരള സദസ്സ് നടത്തിയത് യഥാർത്ഥത്തിൽ എന്തിനാണ് എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. അതായത് നവകേരള സദസ്സിൽ പൗരപ്രമുഖരെയാണ് കണ്ടിരുന്നത്. ജനങ്ങളെ വിശ്വസിപ്പിച്ചിരുന്നത് ഈ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഇറങ്ങി ചെല്ലുമ്പോൾ അവരിലേക്ക് പരാതികൾ വരുമെന്നും ആ പരാതികൾ പരിഹരിച്ച് അപ്പൊക്കപ്പ് പോകും എന്നുമാണ് പ്രചരിപ്പിച്ചിരുന്നത്. അതിന് കാരണമായതാകട്ടെ ഉമ്മൻചാണ്ടി എന്ന ഒരു ജനകീയ നേതാവ്. ആ ജനകീയ നേതാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ശവമഞ്ചവും പേറി പോകുന്ന ആ യാത്രയിൽ ഉണ്ടായ ഒരു ജനത്തിരക്ക്, അദ്ദേഹത്തോടുള്ള ഒരു ആദരവ്, അത് കണ്ടപ്പോൾ ഇതൊരവസരമാണ് എന്നാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങൾ ചിന്തിച്ചത്. പക്ഷേ ജനം തെറ്റിദ്ധരിച്ചത് ഇത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ ജനങ്ങൾക്ക് ഇത് ഉപകാരമാകും, ജനങ്ങളുടെ പരാതി വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടും എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെട്ടത് ആരുടെ പരാതിയാണ്? ജനങ്ങളുടെ പേരിൽ എന്ന് ഇറങ്ങിച്ചെന്ന് ഈ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും സഞ്ചരിച്ചത് മുഴുവൻ ജനങ്ങൾക്കൊപ്പമല്ല, ജനങ്ങളുടെ പരാതി കൊട്ടയിലേക്ക് വാങ്ങി. എന്നാൽ ഈ മുഖ്യമന്ത്രി പരിവാരങ്ങളും പൗരപ്രമുഖരുടെ വീടുകളിൽ കയറി ഇറങ്ങി. സത്യത്തിൽ എന്തിനാണ് ഇത്രയധികം പേർ പൗരപ്രമുഖരുടെ വീട്ടിൽ മന്ത്രിമാർ ഒന്നടങ്കം കയറി ഇറങ്ങിയത്? അതായത് അവരെ സംബന്ധിച്ചിടത്തോളം
ഏതു മേഖലയിലാണ് നീക്കുപോക്കുകൾ വരുത്തേണ്ടത് എന്ന് മന്ത്രിമാർക്കറിയില്ല. അവർ ഏതേത് മേഖലയിൽ നിന്ന് കിട്ടുന്ന പണം വാങ്ങിയുള്ള ശീലം മാത്രമേ ഉള്ളൂ. അപ്പോൾ പൗരപ്രമുഖരുടെ വീട്ടിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരോ വകുപ്പുകളിൽ നീക്കുപോക്കുകൾ നടത്തി കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ചുരുക്കം പറഞ്ഞാൽ ഖജനാവ് നിറയ്ക്കാനുള്ള ഒരു എളുപ്പമാർഗമായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതായത് അതുവരെ ഈ സർക്കാർ ഖജനാവിൽ പണമില്ലാത്തത് കൊണ്ട് ചെയ്തു വന്നിരുന്നത് വിവിധ തരത്തിലുള്ള ഫീസുകൾ വലിയ തോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാം, പിഴിയാം എന്നായിരുന്നു. എങ്ങനെയും ഖജനാവ് നിറയ്ക്കണം. പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റുന്നില്ല, പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ട്രേഡ് യൂണിയൻ തങ്ങളുടെ തന്നെ യൂണിയനുകൾ അത് പൂട്ടുന്നു, അല്ലെങ്കിൽ കടലാസുകൾ ശരിയായി കൊടുക്കുന്നില്ല, ഉദ്യോഗസ്ഥന്മാരിട്ട് വട്ടം ചുറ്റിക്കുന്നു, ഇല്ലാത്ത നിയമങ്ങളും നിയമ തടസ്സങ്ങളും ഒക്കെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് വ്യവസായ സ്ഥാപനങ്ങളോ കച്ചവട സ്ഥാപനങ്ങളോ വരുന്നില്ല, നിക്ഷേപങ്ങൾ വരുന്നില്ല. വരുന്നു എന്നല്ലാതെ, പറയുന്നു എന്നല്ലാതെ ഒന്നും വരുന്നില്ല. പിന്നെ ഇവിടെയുള്ള സാധാരണക്കാർ പുറത്തേക്ക് പോയി ജോലി ചെയ്യുന്നു. അതാണ് ഇപ്പോൾ സർക്കാർ നോക്കുമ്പോൾ കാണുന്നത്. മൂന്നാം പിണറായി സർക്കാരിന് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും സാമ്പത്തികം ഉണ്ടാകണം. ആ പണം എവിടെ നിന്ന് ഉണ്ടാകുമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ ഒരു പോംവഴി വന്നേക്കുന്നത്. കൊല്ലത്ത് നടന്നിട്ടുള്ള സമ്മേളനം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു. ഏതായാലും മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരും. പതിവിന് വിപരീതമായി പിണറായി തന്നെ മൂന്നാമത് മുഖ്യമന്ത്രിയായി വരും. പക്ഷെ അതിന് പണം വേണം. ഇനി എന്ത് ചെയ്യും? പൗരപ്രമുഖരെ ഓൾറെഡി പിഴിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫീസ് വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിയുള്ള ഫീസൊക്കെ വർദ്ധിപ്പിച്ച് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? ആ ചെയ്യലിൽ നിന്നാണ് ഇപ്പോൾ സമ്മേളനത്തിന് ശേഷം ഒരു തീരുമാനമായത്. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹത്തെ മുഴുവൻ ഇനി തട്ടുകളായി തിരിക്കാം. എന്താ ഇവിടെ സംഭവിച്ചത്? ഇവിടെ തൊഴിലില്ല, തൊഴിലില്ലായ്മയാണ്, അതുപോലെ സർക്കാർ മേഖലയിൽ ഒഴിവ് കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പണിയെടുക്കാൻ കഴിയാത്തത് കൊണ്ട്, അതല്ലെങ്കിൽ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റാത്തത് കൊണ്ട്, നിക്ഷേപം ഇറക്കാൻ പറ്റാത്തത് കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അവിടെ സ്ഥാപനങ്ങളിട്ട് അവിടെ നിന്ന് പണം ഉണ്ടാക്കുന്നു. വ്യവസായ സ്ഥാപനങ്ങൾ അങ്ങോട്ട് മാറ്റുന്നു. കഞ്ചിക്കോട്ടിൽ നിന്ന് ഇതിനു മുമ്പ് മാറ്റിയ കഥകൾ നമുക്കറിയാം. അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ആന്ധ്രയിലും ഒക്കെ മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർ താമസിക്കുന്നത് ഇവിടെയാണെന്നതുകൊണ്ട് അവരുടെ പണം ഇങ്ങോട്ടാണ് വരുന്നത്. അവരുടെ വ്യവസായ സ്ഥാപനങ്ങൾ കൃത്യമായി നടക്കുന്നു എന്നതിലുപരി അവരുടെ ജീവനും ജീവിതമൊക്കെ ഇവിടെ കേരളത്തിലാണ്. അപ്പോൾ അത് വെച്ച് എങ്ങനെ കൊള്ളയടിക്കാമെന്നാണ് അടുത്ത ഗവേഷണം നടത്തിയത്. അതിനാണ് ഇപ്പോൾ പരിഹാരം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ മലയാളികൾ എവിടെ പോയി ജോലി ചെയ്താലും, അത് വിദേശത്ത് പോയാലും, ഇനി അതല്ല ഗൾഫിൽ പോയാലും, ഇവിടെ തന്നെ ജോലി ചെയ്താലും, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താലും, എന്തൊക്കെ ചെയ്താലും അതിന് നിശ്ചിത ഫീസുകളും സെസ്സുകളും ഒക്കെ ഏർപ്പെടുത്തുക. അതാണ് ഇപ്പോൾ പുതിയ തീരുമാനം. അതായത് ഇവിടെ ഒരു വരുമാനം ഉണ്ടാകാനുള്ള ഒന്നും ഈ സർക്കാർ ചെയ്യുന്നില്ല. ജീവിക്കാൻ വേണ്ട യാതൊരു കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നില്ല. ഇതൊന്നും ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിലും സ്വന്തം ഇഷ്ടത്തിന് എവിടെയെങ്കിലും പോയി 10 രൂപ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിന് ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്. അതിനെല്ലാം പുറമെ അവൻ്റെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ APL BPL എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ തട്ടുണ്ടാക്കി, ഓരോ കാർഡുണ്ടാക്കി കൊടുക്കുക. ഓരോ തട്ടുണ്ടാക്കിയതിന് ശേഷം ആ തട്ടിന് ഇത്ര രൂപ സെസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ജനങ്ങളെ പിടിയാനുള്ള ഒരു പരിശ്രമമാണ് ഇനി ഇവിടെ നടക്കുന്നത്. അതാണിപ്പോൾ പിണറായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നേരത്തെ വലിയ സമരം നടന്നിട്ടുള്ളതാണ് വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്നത് സ്വകാര്യ സ്കൂളുകളും കോളേജുകളുമാണ്. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത്തരം സ്ഥാപനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഈ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ഈ പാർട്ടി, ആ പാർട്ടിയുടെ നേതാക്കൾ തന്നെ ഇന്ന് അത്തരത്തിൽ സ്വാശ്രയ കോളേജുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ പൊതുമേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് നോക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരത്തിൽ മുതലാളിമാരിൽ നിന്ന് വീണ്ടും കുറച്ച് പണം വാങ്ങിയെടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവിടെ ഇനി വ്യവസായം നടക്കില്ല, ഈ ഗവൺമെന്റിനെ കൊണ്ട് എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരാൻ പറ്റില്ല, ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ പറ്റില്ല, വെറുതെ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ ഇനി പ്രവാസികളോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ളവർക്ക് മറ്റെന്തെങ്കിലും വ്യവസായം തുടങ്ങാൻ അത് സമ്മതിക്കില്ല. എന്നാൽ മറുനാട്ടിൽ പോയി എന്തെങ്കിലും ചെയ്തുകൊണ്ട് ജീവിക്കാമെന്ന് വെച്ചാൽ അതിനും സമ്മതിക്കില്ല എന്ന് വന്നാൽ ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ നാട്ടിലുള്ള സമ്പന്ന അല്ലെങ്കിൽ 10 രൂപ ഉണ്ടാക്കുന്ന ആൾക്കാർ, അവർക്ക് ഇവിടെ വ്യവസായമാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത് ഇപ്പോൾ ഇവിടെ പറ്റാതുള്ളൂ. അതൊക്കെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും മറ്റിടങ്ങളിലും ഒക്കെ പറ്റും. അപ്പോൾ അവിടെയൊക്കെ അത് ചെയ്തുകൊണ്ട് ആ പണം ഇവിടെ കൊണ്ടുവരുന്ന സ്ഥാനത്ത് കേരളത്തിൽ നിന്ന് അവരുടെ താമസം, അവരുടെ വാസം അവർ
ഈ പറയുന്ന ആന്ധ്രയിലേക്കും കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും കൂടി മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ സമാധാനമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സർക്കാരിൻ്റെ ഈ ഒരു നീക്കം അതിനെ ഉപകരിക്കുള്ളൂ. സർക്കാരിൻ്റെ തനത് വരുമാനം കണ്ടെത്താൻ ആളുകളുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് ഫീസ് ഏർപ്പെടുത്താൻ നിർദ്ദേശം ഓൾറെഡി പോയി കഴിഞ്ഞു. ഏറെ കാലമായി ഫീസ് വർധന ഇതുവരെ ഫീസ് വർധന ഏർപ്പെടുത്താത്ത ഏതെങ്കിലും മേഖലകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അന്വേഷണ കമ്മീഷനെ വരെ വച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്നിട്ട് അത്തരത്തിൽ ഉള്ള മേഖലകളെ കണ്ടെത്തി അവിടെ ഫീസ് വർദ്ധിപ്പിക്കണം, അന്തം കെട്ട് വർദ്ധിപ്പിക്കണം. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാം എന്നാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി ഏത് സാമ്പത്തിക പ്രതിസന്ധി? സർക്കാരിന് നിലനിൽക്കാനുള്ള സാമ്പത്തികം, ആ സാമ്പത്തികം ഇല്ലാത്ത പ്രതിസന്ധി, പിന്നെ കൈയിട്ട് വാരാനില്ലാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി. ഇത് രണ്ടുമുണ്ട്. ഇത് രണ്ടും മറികടക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് സാമ്പത്തികം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരെ വ്യാവസായികമായി വളർത്തിക്കൊണ്ട് വിദ്യാഭ്യാസപരമായി വളർത്തിക്കൊണ്ട് തൊഴിൽ ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് തൊഴിൽ സ്ഥാപനങ്ങൾ വളർത്തിക്കൊണ്ട് അവരുടെ സാമ്പത്തിക നിലയ്ക്ക് അഭിവൃദ്ധി വരുത്തിക്കൊണ്ട് അതിന്റെ നികുതി പണം എടുത്തുകൊണ്ട് ഖജനാവ് നിറയ്ക്കാനല്ല. പകരം ഏതൊക്കെ നിലയിൽ അവരെ പിഴിയാൻ പറ്റുമോ അത്തരത്തിൽ പിഴിഞ്ഞുകൊണ്ട് പുതിയ ഫീസുകൾ ഏർപ്പെടുത്തിക്കൊണ്ടും നിലവിൽ വർധനവ് വരുത്താത്ത നിരക്കുകളെ ഭീമമായി വർദ്ധിപ്പിച്ചുകൊണ്ടും ഈ പാവപ്പെട്ടവർ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും പോയി പണിയെടുത്ത് കൊണ്ടുവരുന്ന പണത്തെ സ്ലാബുകളെ തിരിച്ചുകൊണ്ട് അതിനെ പിഴിഞ്ഞുകൊണ്ടും ഈ ഖജനാവ് നിറയ്ക്കാൻ ഈ പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം പിണറായി സർക്കാരിലേക്ക് നടന്നു വരുന്ന ആ സമയത്ത് കേരള ജനത എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് അറിയാത്തത്. അതായത് ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ട്, പക്ഷേ ആ സംവിധാനവും ജനങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അഥവാ അത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം ജനങ്ങളെ പിഴിയാൻ മാത്രം അഥവാ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. Different angles. Don't forget to subscribe and support this channel.